മരണമണി മുഴക്കിക്കൊണ്ട് മലക്ക് വരുമ്പോൾ അന്ന് പെരിയവനെ തുണച്ചിടണേ റൂഹ് പിരിയുമ്പോൾ. മരണം ഖബർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. പക്ഷെ അള്ളാഹു തആല നമ്മളൊക്കെ അത് സിമ്പിൾ ആക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. അള്ളാഹിനോട് പറയാനേ ഞങ്ങൾക്ക് വഴി അള്ളാഹു തആലയുടെ ഔദാര്യം കൊണ്ട് നൽകണം. ഇരുളും മുറ്റും ഖബർ, കരൾ പൊട്ടും സുബർ, കണ്ടാൽ ഞെട്ടും ശരി അവിടെ നിൽക്കാൻ വെറി. ആരുമില്ല മണ്ണിൽ കൂട്ട്, ഇരുളിന് സ്വന്തം വീട്, ആശ്രയം അല്ലാഹ് മാത്രം, ആശ്വാസം ധരില്ല മിത്രം. വരുമേ മരണം തീർച്ച, പരനെ ഓർത്താൽ രക്ഷ, അല്ലെങ്കിലോ ശിക്ഷ, അറിയൂ ഈ അപേക്ഷ. കാല് തമ്മിൽ കൂട്ടിക്കെട്ടി, വായു തമ്മിൽ പൂട്ടിക്കെട്ടി, മൂവരും താഴ്ത്തിടുമേ, മീതക്കല്ല് വെച്ചിടുമേ. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാവാതെ നാം കിടക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. കഫം പുടവക്ക് കീശയില്ല, ഖബറിനുള്ളിൽ മേശയില്ല. മുൻകർ നകീർ മാലാഖമാർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുകയില്ല. അല്ലാഹ്ക്ക് കാണേണ്ട നിന്റെ മൊഞ്ച്, ആ നോട്ടം എപ്പോഴും നിന്റെ നെഞ്ച്. നന്നായിക്കോളി, ഇപ്പോൾ ഗോൾഡൻ ചാൻസ് ആണ്. റജബ് മാസം അവസാനായി. ഖാജാ തങ്ങൾ ബാപ്പന്റെ മേൽ ഫാത്തിഹ ഓതിട്ട് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. ഖാജാ തങ്ങളെ ബാപ്പക്ക് അതേപോലെ ഹദിയ ചെയ്യുക, ഖുതുബുൽ അഖ്താബ് തങ്ങൾക്ക് ഹദിയ ചെയ്യുക, മമ്പർത്ത ബാപ്പക്ക് ഹദിയ ചെയ്യുക, വടവൂർ ശേഖനാക്ക് ഹദിയ ചെയ്യുക. അങ്ങനെ ഹദിയമ്മൽ വന്നരായി ഇവിടെ തന്നെ മറവ് ചെയ്യപ്പെടുന്ന കാസിമുലിയാർക്ക് ഉപ്പുണ്ടല്ലോ, ഓരോ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുക. അങ്ങനെ ഹദിയോട് ഹദിയ. അപ്പം നമുക്ക് എന്താകുന്നറിയോ, ഒരു കണക്ഷൻ ഔലിയാക്കളുമായി ഉണ്ടാകും. ആ ബന്ധം നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ കാരണമാകും.